നന്ദൻകോട്ടെ ഒരു സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകനിൽ നിന്ന് ഒഡീഷയിലെ ഉൾവനങ്ങളിൽ കോടികളുടെ ലഹരി സാമ്രാജ്യം വാഴുന്ന ഡോൺ അലൻ പുന്നൂസിലേക്കുള്ള വളർച്ച സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ്. തലസ്ഥാനത്തെ അമ്പലമുക്ക് കൃഷ്ണകുമാർ ഗ്യാങ്ങിലെ പ്രമുഖനായിരുന്ന നന്ദൻകോട് സ്വദേശി അലൻ ജയരാജ് ലഹരി മാഫിയയുടെ ലോകത്ത് അലൻ പുന്നൂസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൊലക്കേസിൽ കോടതി ഇയാളെ വെറുതെ വിട്ടെങ്കിലും കുറ്റകൃത്യങ്ങളുടെ ലോകം ഉപേക്ഷിക്കാൻ അലൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഒഡീഷയിലെ കോറാപുട്ടിൽ 300 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ ഫാക്ടറിയുമായി പിടിയിലാകുമ്പോൾ അലൻ പൊന്നു എന്ന ഈ ക്രിമിനൽ ഇനി പുറംലോകം കാണാൻ സാധ്യത കുറവാണ്. ഒഡീഷയിലെ നക്സൽ മേഖലയിൽ ഹാഷിഷ് ലാബ് തന്നെ ഉണ്ടാക്കി. കുറ്റകൃത്യങ്ങളിലൂടെ ദാവൂദ് ഇബ്രാഹിം അധോലോക രാജാവായതിന് സമാനമാണ് അലൻ പൊന്നുവിന്റെയും വളർച്ച. തിരുവനന്തപുരത്തെ ഗുണ്ടാലോകത്തെ ഞെട്ടിച്ച കണ്ണാടി ഷാജി വധക്കേസിൽ അലൻ പ്രതിയായത് വെറും ചെറുസഹായങ്ങളുടെ പേരിലായിരുന്നില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരം. തന്റെ മുൻ നേതാവായ കണ്ണാടി ഷാജിയെ എതിർപക്ഷത്തുള്ള അമ്പലമുക്ക് കൃഷ്ണകുമാർ ഗ്യാങ്ങിന് ഒറ്റിക്കൊടുത്തത് അലനാണെന്ന സൂചനകൾ ശക്തമാണ്. ഷാജിയുടെ ഒളിത്താവളം കൃഷ്ണകുമാറിന് കൃത്യമായി ചോർത്തി നൽകിയതോടെയാണ് ആ കൊലപാതകം നടന്നത്. ഇതിനു പിന്നാലെ ഷാജിയുടെ അനുയായികൾ അലനെ നോട്ടമിട്ടതോടെയാണ് ജീവൻ രക്ഷിക്കാൻ ഇയാൾ തലസ്ഥാനം വിട്ടത്. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് വീട് വാടകയ്ക്കെടുത്ത് ടാറ്റു സ്റ്റുഡിയോയുടെ മറവിൽ അലൻ രാജ് മുൻപ് ലഹരി കച്ചവടം നടത്തിയിരുന്നു. ശരീരത്തിൽ